Hi, hello guys, welcome back to our channel Qatarmalluvlogs. ഞങ്ങൾ ഇന്നുള്ളത് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. ഇപ്പോൾ ഇവിടെ ആംഗ്രി ബേർഡ് വേൾഡ് കാർണിവൽ നടക്കുകയാണ്. കുട്ടികൾക്കായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതിന് പാത്തുവിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ആക്ച്വലി പാത്തു ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കാണാം. സ്റ്റേ ട്യൂൺഡ്. വീട്ടില്ല. ഹായ്, അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ആംഗ്രി ബേർഡ് വേൾഡ് കാർണിവലിന് അതിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ദോഹ ഫെസ്റ്റിവൽ സിറ്റീൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുഡ് കോർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിലാണുള്ളത്. ഇവിടെ നമ്മുടെ കൂടെ 2 ആൾക്കാർ കൂടെ ഉണ്ട്. യാദൃശ്ചികമായി കണ്ടെന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അല്ല, പ്ലാൻ ചെയ്ത് വന്നതാണ്. ഞങ്ങൾ യാദൃശ്ചികമായി അല്ലാതെ കണ്ട വിളിച്ചു പറഞ്ഞ അതാ പറഞ്ഞ യാദൃശ്ചികമല്ല. നമ്മുടെ കത്ത ടേസ്റ്റി ഹട്ട്, നമ്മുടെ മോള് ദുവ. സോറി ഫോട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആംഗ്രി ബേർഡ്സ് ഔട്ട്ഡോറിലേക്കാണ്. ആക്ച്വലി ഞങ്ങൾ കുറേ ടൈം ഗ്രൗണ്ട് ഫ്ലോറിലിരുന്ന് പാത്തുവിന് കളിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മുകളിലൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഔട്ട്ഡോർ ആംഗ്രി ബേർഡ് ഔട്ട്ഡോറിലാണ്. അവിടെയാണ് അടിപൊളിയായിട്ട്
സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മസ്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ഇതെല്ലാം കാണണം. കുറേ റൈഡ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനായിട്ട്. അവിടെ കയറിയില്ലെങ്കിൽ ഒരുപാട് മിസ്സാവും. ഇവിടെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കുറേ റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ്, ടീഷർട്ട് എല്ലാം ആംഗ്രി ബേർഡിൻ്റെ തീമിലായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറേ ടോയ്സൊക്കെ വെച്ചിട്ടുള്ള ഷോപ്സാണ് ഈ കാണുന്നത്. അവർക്കുള്ള ക്യാപ്സ്, അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സ്റ്റഫ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പാർട്ടാണ് ഈ അംബ്രല്ലാസ് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്, സ്പോട്ടാണിത്. നല്ല രസമുണ്ടായി. ഏറ്റവും ഭംഗി അവിടെയായിരുന്നു. ഇതൊരു ഫുഡ് കോർട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് വേണ്ടിയിട്ട്. അത് തന്നെ അവർ ഇതിനുള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻട്രി ഫ്രീ ആണ്. വൈകുന്നേരം 4 മണി തൊട്ട് 10 മണി വരെയാണ്. 16 നവംബറിൽ. എന്താ പാത്തു? വാപ്പി പോയില്ല. വാപ്പി എടുത്ത് പോവാം. വാ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. അവിടെയും പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥലത്തും നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ടോയ്സും ടീഷർട്ട്സും ക്യാപ്സും അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് അവിടെയും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ. അല്ലാണ്ട് മുകളിലുണ്ട്, ഇവിടെ താഴെയുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആംഗ്രി ബേർഡ് തീമിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ടീഷർട്ട്സിൻ്റെ പ്രിൻറ്റിങ് ആയാലും എല്ലാം. പിന്നെ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാറിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആംഗ്രി ബേർഡ്സ്. നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇത് ഞങ്ങൾ വന്ന സമയത്ത് ഉള്ളതാണ്. അവിടെ ഐക്യേൻ്റെ ഫേസ് ആർട്ട് നടക്കുമായിരുന്നു. അപ്പം പാത്തുന്നത് കണ്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഫ്രീ ആണ് അത്. പാത്തുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. Padu, bye.
ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ ടൈമിൽ ഐസ് ബോട്ടിലൊന്ന് കയറി. ജസ്റ്റ് പുതിയ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് എല്ലാം ക്യാമറ ക്ലാരിറ്റി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ്, അപ്പോൾ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പാത്ത് ഒരുപാട് എൻജോയ് ചെയ്തു. എൻട്രി ഫ്രീ ആണ് അവിടെ. 100 റിയാലിൻ്റെ കാർഡ് ഉള്ളിൽ പോയി എടുത്തിട്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനുണ്ട്. പിന്നെ വീണ്ടും റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്യാം. ഓരോ ഇതിലും 9 റിയാൽ 7 റിയാൽ അങ്ങനെ ഉള്ള ഗെയിംസേ ഉള്ളൂ. വീണ്ടും കളിച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ റീചാർജ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുക. അപ്പോൾ ബൈ ഫോർ